ഹായ് പ്രിയ സ്ലെറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടൊരു കേക്ക് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. പർപ്പിൾ യാം കേക്ക് അല്ലെങ്കിൽ യൂബി കേക്ക്. ഇതൊരു ഫിലിപ്പിനോ സ്പെഷ്യൽ കേക്കാണ്. നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊട്ട് സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോകാം. ആദ്യം യൂബി കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതിനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു 3 കേക്ക് പാൻസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി ബേക്കിംഗ് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 3 ലെയറായിട്ട് കേക്ക് മുറിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. ഞാൻ ഓവനിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓവൻ ഇപ്പം 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ യൂബി ഫ്ലേവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ യൂബി ഫ്ലേവർ എന്നും പറഞ്ഞ് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയാൽ മതി. ഇനി ഇതൊരു ഹാൻഡ് മിക്സർ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് 2-3 തവണയായിട്ട് ഇതിലോട്ടിട്ട് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തൊന്നങ്ങ് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഈ കേക്കിൻ്റെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. യൂബി ജാമാണ് ചേർക്കുന്നത്. ഇത് യൂബി ജാമെന്നോ യൂബി സ്പ്രെഡെന്നോ അല്ലെങ്കിൽ പർപ്പിൾ യാം സ്പ്രെഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു കമ്പനിയുടെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിപ്പം അല്ലാണ്ട് ശരിക്കുള്ള യൂബി കേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രഷ് പർപ്പിൾ യാം വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. അത് പക്ഷേ നമുക്കിവിടെ അവൈലബിൾ അല്ല. ഇത് ഒരു ഫിലിപ്പീനോ സ്പെഷ്യാലിറ്റി ആണല്ലോ. അപ്പോൾ ഫിലിപ്പീൻസിലൊക്കെ ആയിരിക്കും ഫ്രഷ് പർപ്പിൾ യാം കിട്ടുക. ഇതിപ്പം ആമസോണിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഈ ഒരു ജാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഒരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 വട്ടമായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ മൈദയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്ററിന് നല്ല പർപ്പിൾ കളർ ആയിട്ടുണ്ട്. നമ്മൾ ആ ഫ്ലേവറും ജാമൊക്കെ ആഡ് ചെയ്തേക്കണോണ്ട്. എന്നാലും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടി കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പർപ്പിൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഒരു കുറച്ച് ബ്ലൂവും ഒരു ഡ്രോപ്പ് റെഡും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന 3 കേക്ക് ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ 3 കേക്ക് ടിന്നിലായിട്ട് ഞാൻ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് എയർ ബബിളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങളിപ്പം ഒറ്റ കേക്ക് ടിന്നിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 150 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി.
ഞാനിതിപ്പം 3 ചെറിയ കേക്ക് ടിന്നിലായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് മതിയാവും ബേക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്ക് കറക്റ്റ് 20 മിനിറ്റാണ് എടുത്തത്. ഇതെല്ലാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാൻ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കുവാണ്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു കൂളിംഗ് റാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. സിറപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. ഫ്രോസ്റ്റിംഗ് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഐസ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ലെയർ വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് വയ്ക്കാം. അടുത്ത ലെയർ വയ്ക്കാം. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ലെയറും കൂടി വയ്ക്കാം. ഇനി കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. സ്ക്രൈപ്പർ വെച്ച് സൈഡ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കേക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കുറച്ച് പീസ് മുറിച്ച് മാറ്റിയിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേക്കിൻ്റെ സൈഡ് ആദ്യം കവർ ചെയ്യാം. ജസ്റ്റ് ഇതുമാതിരി കൈ വെച്ചിട്ടൊന്ന് പയ്യെ അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. കേക്ക് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വന്ന ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് മുകളിൽ. അപ്പോൾ നമ്മുടെ അടിപൊളി പർപ്പിൾ യാം കേക്ക് അല്ലെങ്കിൽ UP കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. കേക്ക് ഞാനിവിടെ മുറിച്ച് നോക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വൈബ്രൻറ്റ് പർപ്പിൾ കളറാണ്. ടേസ്റ്റും സൂപ്പറാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.